കുറച്ച് നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുകയാണ്. കണ്ട ഈ സൈസിലെ മാങ്ങയാണ് നമുക്ക് ഈ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പം ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഉപ്പിലിടുന്നത്. ഞാൻ കുറച്ച് അധികം വെള്ളം ഇതുപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വരുന്ന ആ സമയത്ത് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ, ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇടുന്നത്. ഏകദേശം ഒരു 10-18 മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മാങ്ങ ഇതുപോലെ ഇട്ടിട്ട് 1 മിനിറ്റ് വേണ്ട കേട്ടോ, ഒരു 3-4 സെക്കൻഡ് മതിയാവും. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റണം. അങ്ങനെ ഒരുപാട് വെള്ളത്തിൽ ഇടണ്ടെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് വെന്തുപോവും, മാങ്ങ വെന്തുപോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പൊ ഇതുപോലെ ഈ അതായത് ചൂടായ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇടുക, ഒന്ന് അമർത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് മാറ്റാം. അപ്പൊ ഈ 2 ബാച്ചും ഞാൻ ഇപ്പം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമ്മൾ തുടയ്ക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ മാങ്ങ നല്ല ഡ്രൈ ആയിട്ട് വരും. അതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. അപ്പൊ ഇത് ഉപ്പിലിടാൻ വേണ്ടി ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഉപ്പെടുക്കുമ്പം കൂടിയും പോരുത്, കുറഞ്ഞും പോരുത്. ഞാൻ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ കല്ലുപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. അതുപോലെ കല്ലുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ചൂസ് ചെയ്യണേ, അതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മാങ്ങ എല്ലാം ഡ്രൈ ആയി വരുമെന്ന്. അപ്പൊ ഇനിയിപ്പോ കുറച്ച് ഭാഗം കൂടിയേ ഒന്ന് ഡ്രൈ ആവാനായിട്ടുള്ളൂ. അത് നമ്മൾ തുടയ്ക്കൊന്നും വേണ്ട, വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാങ്ങ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ വെള്ളം തിളയ്ക്കുന്ന സമയം ഞാൻ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന കുപ്പി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത കുപ്പിയായിരിക്കണം. കയ്യില് കുറച്ച് നല്ലെണ്ണ ഒന്ന് തടവിയ ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഓരോന്നും ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. അപ്പൊ ആ എണ്ണ മാങ്ങയിലേക്ക് പിടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ തോന്നും അപ്പൊ ഈ ഉപ്പിലിട്ടതിന് എണ്ണയുടെ ചൊവ ഉണ്ടാവോ എന്നൊക്കെ സംശയം തോന്നും. അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. മാങ്ങ പെട്ടെന്ന് തന്നെ നമുക്ക്, അതായത് ആ ഉപ്പിലിടുന്ന ഒരു പരുവം നമുക്കറിയാലോ, അങ്ങനെ റെഡിയായി കിട്ടാനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പൊ ഞാനിപ്പം ഈ ഒരു 10-18 മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 2 പ്രാവശ്യം മാത്രമേ കയ്യിൽ എണ്ണ തടവിയിട്ടുള്ളായിരുന്നു. ആ ഒരു എണ്ണ തടവിയത് വെച്ച് തന്നെയാണ് ഈ ഫുൾ മാങ്ങയും ഞാൻ തടവിയെടുത്തത്. അപ്പൊ ഇത് ഞാൻ കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കുപ്പിയിൽ കുറച്ച് കുറവ് വന്നപ്പോൾ ഞാൻ മറ്റേ മാങ്ങയുടെ ഇതിലേക്ക് ഇട്ടതാണ്. അപ്പൊ കണ്ട ഇങ്ങനെ വേണം ചെയ്യാനുള്ളത്. അപ്പൊ ഇനി നമ്മള് വെള്ളം ഭയങ്കരമായിട്ട് അങ്ങ് തണുക്കുകയൊന്നും വേണ്ട കേട്ടോ. അതായത് ഒരു വാം വാട്ടർ ഇല്ലേ, ഇളം ചൂടുവെള്ളം ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ആ വെള്ളം ഇതിലേക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. നമ്മൾ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, ഇതുപോലെ മാങ്ങയ്ക്ക് മീതെ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും കേട്ടോ. അത് എങ്ങനെ ആവും എന്നുള്ളത് ഞാൻ വഴിയെ എൻ്റെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മാങ്ങ ഉപ്പിലിട്ടത്. ഇനി ഇത് റെഡിയായി വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ഉമ്മ തയ്ക്കാൻ വേണ്ടിയിട്ട് 2 തുണി എന്നെ ഏൽപ്പിച്ചു. ഒരെണ്ണം ഞാൻ ഓൾറെഡി തയ്ച്ചു കൊടുത്തു. എനിക്കാണെങ്കിൽ തയ്ക്കാൻ തുണി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തയ്ച്ചു കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പം തയ്ച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല, അങ്ങനെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും തയ്ക്കുമ്പോൾ ഉമ്മാക്കും എനിക്കും ഉള്ളത് മാത്രമേ തയ്ക്കൂ കേട്ടോ. അതങ്ങനെ ആയിപ്പോയി. അല്ലാതെ എനിക്ക് തയ്ക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇതിപ്പോ ഒരു കളറില്ലല്ലോ ഈ ഒരു തുണിക്ക്. എനിക്കാണെങ്കിൽ ഇങ്ങനെ തയ്ക്കണ തുണി നല്ല കളർഫുൾ ആയിരുന്നാല് ആ തയ്ക്കാനും ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പൊ ഇത് ഉമ്മയുടെ ഫ്രണ്ട് എടുത്തതാണ്. അപ്പം എനിക്ക് പക്ഷെ ഈ കളർ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം എല്ലാം എൻ്റെ അളവും ഉമ്മയുടെ അളവും ഒരേ അളവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ അപ്പടി തന്നെ വെട്ടി തയ്ച്ചാണ്. ഞാൻ പിന്നെ വെച്ചിരിക്കുന്ന ഒരു പരിപാടിയില്ല കേട്ടോ. എന്തെങ്കിലും തയ്ക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തയ്ച്ച് ഫിനിഷാക്കി കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ മെഷീൻ്റെ അവിടെ നിന്ന് തന്നെ എഴുന്നേക്കത്തുള്ളൂ. അപ്പം മെഷീൻ ഇപ്പം ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആകുമ്പോഴേക്കും നല്ല വെളിയിൽ നിന്നുള്ള കാറ്റും കിട്ടും. അതുപോലെ തന്നെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പൊ ഈ കഥ അങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. പിന്നെ ഈ മെഷീന്റെ സൗണ്ട് കാരണം ഇപ്പൊ നിസാറയ്ക്ക് വഴക്കൊന്നും പറയത്തില്ല, കാരണം സൗണ്ട് താഴേക്ക് കേൾക്കത്തില്ല. അപ്പം എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് മെഷീൻ അടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പം ഈ പറഞ്ഞ മാതിരി എനിക്ക് തയ്ക്കാനിരുന്ന് കഴിഞ്ഞാൽ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതൊന്നും ഇഷ്ടമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് വരും ഞാൻ തയ്ക്കാൻ പോവാണ്. പിന്നെ അപ്പം ഇവർക്കറിയാം തയ്യൽ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്നുള്ളത്. ഞാൻ പിന്നെ അധികം നേരമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തയ്ച്ചങ്ങ് മാറും.
അപ്പോൾ ഒരെണ്ണം തയ്ച്ചത് മാറ്റി വെച്ച് ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ അടുത്തത് ഇതിപ്പം തന്നെ തയ്ച്ച് കഴിയും. അപ്പം തയ്ച്ച് കഴിഞ്ഞു നൈറ്റി. ഇനി കൈത്തയ്യൽ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ കാണിച്ചു തരാമേ എങ്ങനെയുണ്ടെന്ന് പറയണം. പറയാനൊന്നുമില്ല, നൈറ്റിയിലൊക്കെ എന്തിരിക്കുന്നല്ലേ, തയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ മോഡലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇച്ചിരി നല്ല കളർഫുൾ തുണിയായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് നൈറ്റി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയാം ഇതിൽ ഇഷ്ടപ്പെടാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളത്, എന്നാലും എൻ്റെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. നവരമീനാണ് ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പം എനിക്ക് നിസാറിക്കൊക്കെ മാത്രം മതിയല്ലോ. അപ്പം 4 നവരമീന് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് പൊരിക്കാനായിട്ട് വെക്കാനായിട്ടോ. ഞാൻ എപ്പോഴും പറയണ മാതിരി എനിക്കാണെങ്കിൽ ഈ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ സാധനങ്ങൾ, അതായത് കുക്ക് ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. ഇങ്ങനെ ഇച്ചിരി കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കിഷ്ടമുള്ള ഫേവറേറ്റ് ഐറ്റമാണ് ഞണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴുകി എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതിലെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 3 സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഞണ്ട് ഇഷ്ടമുള്ളവരുണ്ടോ? ഞണ്ടിന്റെ പുറം ഭാഗം ഭയങ്കര ഹാർഡാണെങ്കിലും എന്തോ ഒരു സോഫ്റ്റ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഞണ്ട് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാര്യം. അപ്പൊ നമ്മളുടെ ചോറ് ഇതിൻ്റെ ഇടയിൽ റെഡി ആയപ്പോഴേക്ക് ഞാനൊന്ന് ഊറ്റിയെടുക്കാണ്. അപ്പൊ അത് അടച്ചിട്ട് മാറ്റി വെക്കാണ്. അപ്പം മൺചട്ടിയിലാണ് ഞാൻ ഈ ഞണ്ട് കറി ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചു കൊടുക്കും. എന്നിട്ട് ഈ 3 സവാള സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞണ്ട് ഒരിക്കലും നമ്മൾ നോൺ സ്റ്റിക്കിലൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ആ പാത്രം പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഇതുപോലെ വേണം ഒന്ന് വഴറ്റിയെടുക്കാനുള്ളത്. വഴറ്റിയെടുത്തിട്ട് പച്ചമുളക് ഒരു 2 എണ്ണം, 2-3 പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില, ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം ഞണ്ടായതുകൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണത് നല്ലത് തന്നെയാണ്. ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പൊ ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഞണ്ട് കറിയിലേക്ക് ഗരം മസാല ചേർക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഈ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഞണ്ടുണ്ടല്ലോ, ഇപ്രാവശ്യം എനിക്ക് ഇച്ചിരി കുറച്ച് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ച് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെ ഇത്രയൊക്കെ വലിപ്പം ഉള്ളതൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ. നമ്മൾ വലിയ ഞണ്ട് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിനുള്ളിൽ നല്ല മാംസം കാണും. അപ്പൊ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു തക്കാളി അത്യാവശ്യം കളറിൽ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അടപ്പ് മാറ്റിയിട്ട് തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പക്ഷെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഞണ്ട് കറിക്ക് ഭയങ്കര മണമാണ് വരുന്നത്. ഒരു പ്രത്യേക നമ്മൾ ഈ ഇറച്ചിക്കറിയൊന്നും വയ്ക്കുന്ന ഒരു മണമല്ല അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ഒരു ഞണ്ട് കറിയുടെ മണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ടോ? അപ്പൊ അത് ഞാൻ മൂടി വെക്കുകയാണ്. അത് അവിടെ ഇരുന്ന് വേകട്ടെ. പിന്നെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേന, മത്തങ്ങ, അമരയ്ക്ക, വെള്ളരിക്ക, ക്യാരറ്റ്, പടവലങ്ങ ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. പിന്നെ ഞാൻ ഏത്തക്കായ, പച്ച ഏത്തക്കായയും മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. പിന്നെ കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിക്കാവൂ കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇത്രയും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിലേ അവിയലിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ ഇത്രയും വെജിറ്റബിൾസ് വേണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവിയലാണ് ഞാനിപ്പം തയ്യാറാക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഞണ്ട് ഇവിടെ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു പരുവായിരിക്കണം കേട്ടോ. അപ്പൊ നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കിനി നല്ല കുറുകിയ തേങ്ങാപ്പാല് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും.
അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഇട്ടെടുക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പല രീതിയിൽ ഞണ്ട് കറി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്നിപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് റെഡിയാക്കണത്. അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഈ കറിവേപ്പിലയും തേങ്ങാപ്പാലും മസാലയൊക്കെ ചേർന്ന് നല്ല മണമാണ്. അത് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പം നമുക്ക് അവിയലിന് വേണ്ടിയിട്ട് അരപ്പിന് ഞാനിവിടെ ഏകദേശം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 3 ചുവന്നുള്ളി, 1 പീസ് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 1 ടീസ്പൂണോളം ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കും. അപ്പൊ ഈ രീതിയിലാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മളുടെ വെജിറ്റബിൾസ് ഞാൻ അടപ്പ് മാറ്റിയതാകണ്ട പാകത്തിന് വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നല്ലതുപോലെ ഇളക്കി എടുക്കുമ്പോൾ നമ്മളുടെ അവിയലും റെഡിയായി വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഞാൻ ഇത് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക്, വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് കുറച്ച് കൂടുതൽ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതുപോലെ അത് നമ്മൾ ഈ അവിയൽ കഴിക്കുമ്പോൾ ആ വറ്റൽമുളകും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ താളിച്ചത് നമുക്ക് ഈ അവിയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ചിലർ അവിയലിൽ താളിച്ചൊഴിക്കത്തില്ല, വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കത്തുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ എല്ലാത്തിലും താളിച്ചൊഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ അവിയലും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മളുടെ മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പൊ മീന് ഇപ്പൊ ഇത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചെറിയ പാനാണ് എടുത്തത്. അപ്പൊ അതിൽ കിടന്നത് റെഡി ആയിക്കോളും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചു വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ഞണ്ട് കറിയും നല്ല തേങ്ങാപ്പാലൊഴിച്ച ഞണ്ട് കറിയും നവര മീൻ ഫ്രൈയും അവിയലും കിട്ടില്ലനല്ലേ. ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കൂടി കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു വരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. പിന്നെ നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരമാണ് സിമ്പിൾ റെസിപ്പീസില് പോസ്റ്റിംഗ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് കണ്ടു നോക്കി ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ പിൻഡ് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം, ഒന്ന് കയറി നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുകൊണ്ടാ നല്ല കുറുകുറാന്നിരിക്കുന്ന നമ്മളുടെ ഞണ്ട് കറിയാണ്. അതിങ്ങനെ ചോറിൽ ഒഴിച്ചിങ്ങനെ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാമോ. ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത്. അതിങ്ങനെ കടിച്ച് തുപ്പുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നെ പോലെയുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരുപാട് പേര് കാണുമല്ലേ, കമന്റ് ചെയ്യണേ. അടുത്ത നമുക്ക് ഇതുപോലെയുള്ള നല്ല റെസിപ്പിയോ അല്ലെങ്കിൽ വ്ളോഗോ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. സിമ്പിൾ റെസിപ്പീസിന്റെ കാര്യം നിങ്ങൾ മറന്നു വരുത് കേട്ടോ.